രാജഭരണം അവസാനിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. എന്നിട്ടും ഇന്നും രാജകൊട്ടാരത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾക്ക് അവസാനമുണ്ടായിട്ടില്ല. പണ്ടുകാലങ്ങളിൽ കൊട്ടാരം ഒന്നേ ഉണ്ടാകാറുള്ളൂവെങ്കിലും അതിനു ചുറ്റും ചെറിയ സൗധങ്ങളും സർക്കാർ കെട്ടിടങ്ങളും മാത്രമേ സാധാരണയായി കണ്ടുവരാറുള്ളൂ. അതിനെയൊന്നും കൊട്ടാരമെന്നും വിളിക്കാറുമില്ല. എന്നാൽ കാലം കടന്നുപോയും രാജഭരണം ജനായത്ത ഭരണത്തിന് വഴിമാറുകയും ചെയ്തു. രാജാവിന് പകരം മന്ത്രിമാർ ഭരണം നടത്തി തുടങ്ങുകയും ചെയ്തിട്ടും വർഷങ്ങളായി. അതോടെ കൊട്ടാരങ്ങളുടെ സ്ഥാനം പുരാവസ്തു വകുപ്പിലേക്ക് മാറുകയാണ് ചെയ്തത്. എന്നാൽ പുരാതന കൊട്ടാരങ്ങൾക്ക് പകരമായി ആധുനിക ആഡംബരങ്ങൾ നിറച്ച കൊട്ടാര സദൃശ്യമായ വീടുകൾ ഇടം പിടിച്ചു തുടങ്ങി. രാജകൊട്ടാരത്തെ വെല്ലും വിധം ആഡംബരങ്ങൾ നിറഞ്ഞതാണ് ഇന്ന് ആധുനിക വീടുകൾ. ഇത് സാക്ഷാൽ കവടിയാർ റോഡ് രാജകൊട്ടാരത്തെ ഉൾപ്പെടെ അമ്പരപ്പിക്കുന്ന വിധത്തിലുൾപ്പെടെ ഉള്ളതാണ്. കോടീശ്വരന്മാരുടെ വീടുകളെല്ലാം ഇത്തരത്തിലുള്ളതാണെന്നാണ് ഒരു വിധത്തിൽ വേണമെങ്കിൽ പറയാം. ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇത്തരം വീടുകൾക്ക്. പക്ഷേ ഇത്തരം വീടുകളെ കൊട്ടാരമെന്ന് പറയുന്നതിന് കാരണം കൊട്ടാരത്തിൽ ഇല്ലാത്തതായി ഒന്നും ഉണ്ടാകില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു രാജ്യത്തിലെ ഏറ്റവും വലുതും അത്രയും തിളക്കമേറിയതും പ്രൗഢിയുള്ളതുമായിരിക്കും കൊട്ടാരം. അതുകൊണ്ടാണ് കൊട്ടാരത്തിന് തുല്യമായ വീടുകൾ ഇന്നും ഇപ്പോൾ കൊട്ടാരം എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത്തരം വീടുകൾ പണിയുന്നത് കോടികൾ ആസ്തിയുള്ള ബിസിനസ്സുകാരാണ്. ചുരുക്കം ചില ധനാഢ്യന്മാരും ഇത്തരം വീടുകൾക്ക് പുറകെ പോകാറുണ്ട്. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ഇത്തരം വീടുകൾ പണിയാറില്ല എന്നുള്ളത് സർവ്വസാധാരണമാണ്. കാരണം സർക്കാരിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും ഇതെല്ലാം നടക്കുക. പക്ഷേ സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ വഴിവിട്ട ബിസിനസ്സുകളിലും ബന്ധങ്ങളിലും ഇടപെടുന്ന ഉദ്യോഗസ്ഥർ നിയമം വിട്ട് സമ്പാദിക്കാറുമുണ്ട്. ചരിത്രത്തിൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിഷയം പോലീസ് ADGP MR അജിത് കുമാറിനെതിരെ തന്നെയാണ്. PV അൻവർ MLA വെളിപ്പെടുത്തലാണ് ഇതിനെല്ലാം ആധാരമായത്. കവടിയാർ കൊട്ടാരത്തിനടുത്ത് മറ്റൊരു കൊട്ടാരം പണിതിരിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ഇത് രാഷ്ട്രീയ കേരളത്തെ മാത്രമല്ല കവടിയാർ കൊട്ടാരത്തെയും രാജകുടുംബത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ നിർമ്മാണ രേഖയൊന്നും കയ്യിലില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റുകൾ ഉണ്ടെന്നാണ് അൻവറിൻ്റെ ആരോപണം. ഇതൊരു വെറും ആരോപണം മാത്രമല്ല, ജനപ്രതിനിധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആധികാരികമായി ഉന്നയിക്കുന്ന വെളിപ്പെടുത്തലാണിത്. ഈ വെളിപ്പെടുത്തൽ വന്നതോടെ കേരളത്തിലെ പ്രതിപക്ഷം വരെ ഇല്ലാതായിരിക്കുകയും കൂടിയാണ്. സർക്കാരിലെയും പോലീസിലെയും പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരാൻ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ MLA രംഗത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമൂലം സർക്കാർ പ്രതിരോധത്തിലുമായിരിക്കുന്നു. CPMഉം മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. MR അജിത് കുമാറിൻ്റെ വഴിവിട്ട ഇടപെടലുകളുടെ സാക്ഷ്യമാണ് കൊട്ടാരം പോലുള്ള വീട് നിർമ്മാണമെന്നും അൻവർ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ മതിയാകൂ എന്ന് ജനങ്ങളും പറയുന്നുണ്ട്. ADGP MR അജിത് കുമാറിൻ്റെ കൊട്ടാരം കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും തലവേദന ആയിരിക്കുകയാണ്. അജിത് കുമാർ കവടിയാർ MA യൂസഫ് അലിയുടെ ഹെലിപ്പാഡിന് തൊട്ടടുത്ത് വലിയ വീട് നിർമ്മിക്കുന്നുണ്ട്. 10 സെൻറ്റ് അജിത് കുമാറിൻ്റെ പേരിലും 12 സെൻറ്റ് സഹോദരൻ്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12,000 സ്ക്വയർ ഫീറ്റോ 15,000 സ്ക്വയർ ഫീറ്റോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ല. 65 മുതൽ 75 വരെ ലക്ഷം രൂപയാണ് സെൻറ്റിന് വിലയുണ്ടെന്നുമാണ് അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അജിത് കുമാർ കൊട്ടാരം പണിയുന്നു എന്നാണ് ആരോപണം. ഇതിനൊപ്പം സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ ADGP MR അജിത് കുമാർ ആണെന്ന PV അൻവർ MLA ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം ഏറ്റവും ശക്തമായ സമരം നടത്തിയ കേസായിരുന്നു സോളാർ കേസ്. അതങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയെയും മുന്നണിയെയും പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ച് കേസ് അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി MR അജിത് കുമാറാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാവാം അത്. ഇക്കാര്യത്തിൽ അന്വേഷണം വരുമ്പോൾ അത് കണ്ടെത്തട്ടെ എന്നും അൻവർ പറയുന്നുണ്ട്. ഇതോടെ നിലയില്ലാതെ വന്ന സർക്കാരും മുഖ്യമന്ത്രിയും ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എടവണ്ണ കേസിൽ നിരപരാധിയെ കുടുക്കിയിട്ടുമുണ്ട്. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവും വന്നിട്ടുമുണ്ട്. ഇനി കാര്യങ്ങളിലേക്ക് വന്നാൽ അജിത് കുമാറിൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത് നിർമ്മാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ പ്രകാരമാണെങ്കിൽ 3 നില കെട്ടിടത്തിൻ്റെതാണ്. ഇതിനൊപ്പം ഓപ്പൺ ബാത്ത് പ്ലേസ് എന്ന് ചേർത്തിട്ടുമുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂൾ ആകാമെന്നാണ് പറയുന്നത്.
2024 ഈ കെട്ടിടത്തിന് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. താഴത്തെ ബേസ്മെന്റിൽ 2000 ചതുരശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം. ഇങ്ങനെ നോക്കിയാൽ 3 നില പൂർത്തിയാകുമ്പോൾ 6000 ചതുരശ്ര അടിക്ക് മുകളിൽ വലിപ്പമുള്ള മണിമാളികയായി അത് മാറുകയും ചെയ്യും. പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത്. 3 നാൾ പൊക്കമുള്ള ബേസ്മെന്റ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും നേരിൽ ചെന്ന് കണ്ടാൽ വ്യക്തമാകും. വീടിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ അതിഥികൾക്കായുള്ള മുറികൾ ഒരുക്കാമെന്നാണ് പ്ലാനിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവ് വരുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ വന്നു പോകാറുണ്ടെന്നാണ് സമീപവാസികൾ പറഞ്ഞതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നത്.